ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ ഐഡിയയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിന് ചിഹ്നം കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിടുക. അതുപോലെ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളതൊക്കെ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഈ മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം നിങ്ങൾ കട്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 രൂപ ആ റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ് കേട്ടോ. 2 രൂപ 3 രൂപ റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ബണ്ണാണ്. അപ്പോൾ നമ്മൾ ബണ്ണ് സ്വാഭാവികമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാ നൂല് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാറുള്ളല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയണ്ട, ഒത്തിരി വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതുപോലത്തെ 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കട്ടിങ്ങും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനും നല്ലതായിരിക്കും കേട്ടോ. കാരണം അത് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക, ആ കട്ടിങ് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാ ബണ്ണ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വന്ന നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫിനിഷിങ് ആക്കി കൊടുക്കുക കേട്ടോ. 4 കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒത്തിരി കളറ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ബണ്ണ് പിടിക്കുക കേട്ടോ. ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നൂല് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നൂലിൻ്റെ അറ്റം നമ്മൾ അതിലോട്ട് ടച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയ സെൻറ്റർ ഭാഗം, അവിടുന്ന് മറ്റേ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിയ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നൂലിൻ്റെ ഒരറ്റം പിടിച്ചതിന് ശേഷം ചുറ്റി കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിനനുസരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വലിച്ചതിന് ശേഷം ഒന്നും കൂടി ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നമ്മളത് കെട്ടിട്ട് കൊടുക്കണ ഐഡിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ കെട്ടിടണമെന്നുള്ളത്. ഒരു കെട്ട് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കെട്ടും കൂടി കണ്ടില്ലേ. എങ്ങനെയാണ് നമ്മൾ ആ കെട്ടിടണമെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രേ പണിയുള്ളൂ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ ഐഡിയ അല്ലേ എന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ മക്കളെ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും സിമ്പിളായിരുന്നോ, ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകും. ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മറ്റേതും കൂടി അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഒരേ സെയിം മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് 2ഉം കൂടി ഒന്ന് എടുത്ത് ജോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലോണം ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കൂടുതലായി പോവും, ചില ഭാഗങ്ങൾ കുറവായി പോവുകയൊക്കെ ചെയ്യും. അതില്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ എല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോയുടെ ഒക്കെ ഷേപ്പ് ആയിട്ടുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ചില ആളുകൾക്ക് ബണ്ണൊക്കെ നല്ല രീതിക്ക് സെയിലാവുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ബണ്ണ് നല്ല രീതിക്ക് സെയിലാവാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ രീതിക്കൊക്കെ സെയിലാവാൻ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. ഈ രീതിക്കൊക്കെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബണ്ണ് 5 രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ രീതിക്ക് ചെയ്യുന്ന ബണ്ണ് നിങ്ങൾക്ക് 5 രൂപ 6 രൂപ ആ റേറ്റിനൊക്കെ നിങ്ങൾക്ക് ഒരു പെയർ കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ 2 പെയറായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഒരു സെറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയില്ല, അതേപോലത്തെ വേറെ ഒന്നും കൂടി നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നൈലോണിൻ്റെ ബണ്ണുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബണ്ണിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഏകദേശം ആ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത അളവിൽ നിങ്ങൾ കട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നാണ് കേട്ടോ. നിങ്ങൾ പറയും ഞങ്ങളെടുത്ത് മെറ്റീരിയൽസ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട കേട്ടോ. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.
വളരെ കുറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നല്ല രീതിക്ക് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസും ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിന് ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ബണ്ണാകുമ്പോൾ എല്ലാത്തിനോടും ജോയിൻ്റ് ആവുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ബണ്ണ് എടുത്തിട്ടുണ്ട് കട്ടാക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സൂചിയിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബണ്ണുണ്ടല്ലോ, ബണ്ണിൻ്റെ എന്താ പറയുക, രണ്ട് ഭാഗം ചുരുണ്ടിട്ടാവുമല്ലോ നിൽക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയാണ് എടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ പുറത്ത് കൂടെ അല്ല, സെൻറ്ററിലൂടെ എടുക്കുക. എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഞാനത് ചെയ്തത് എന്താ പറയുക, ഫ്ലോപ്പാവാന്നല്ല, ഞാൻ എന്താ പറയുക, കെട്ടിടാതെ ത്രെഡിന് ലാസ്റ്റിൽ കെട്ടിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ രീതി ചെയ്തപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ അതേപോലെ തന്നെ ഊരിപ്പോന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ലാസ്റ്റ് എൻഡിൽ കെട്ടിടാനുള്ള അവസ്ഥ അതാണ്. ഞാൻ ഇട്ട ഒരു ഓർമ്മയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെട്ടിടാതായപ്പോഴാണ് അത് ഊരി പോകുന്നത്. അങ്ങനെ ഒരു 2-3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നല്ലോണം ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നല്ല ടൈറ്റാക്കി തന്നെ തുന്നി കൊടുക്കുക. ഇത് ഗ്ലൂ ഒട്ടിച്ചാൽ പോരേന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ഗ്ലൂ ഒട്ടിക്കണേലും നല്ലത് നമുക്ക് ഇത് തുന്നിയെടുക്കണതാണ് കേട്ടോ. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. കൂടുതൽ ടൈം കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആവണില്ല. എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഈ രീതിക്ക് നിങ്ങൾ സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ബണ്ണൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക്, ഇപ്പോൾ ചില ആളുകൾക്ക് ഈ ചെറിയ ഞാൻ ആ ഫ്ലവർ പോലെ കൊടുത്തിട്ടുള്ള ബണ്ണൊക്കെ ചില ആളുകൾ 1 രൂപക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 2 രൂപക്ക് കൊടുക്കണതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു എന്താ പറയുക 8 രൂപ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 8 രൂപക്കെങ്കിലും നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങളത് പെയറായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബണ്ണിന് എന്താ പറയുക 10 രൂപ വെച്ചിട്ട് അങ്ങനെ 20 രൂപക്ക്, അല്ലാന്നുണ്ടെങ്കിൽ 15 രൂപക്ക് ഒക്കെ സെയിലാക്കാൻ പറ്റും, 2 സെറ്റായിട്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കി അതേപോലത്തെ വേറൊരു സെറ്റും കൂടി ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 രൂപയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ 2 സെറ്റിന്. അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരിട്ട് സെയിലാവാത്ത ടെൻഷൻ അടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. 100-95% ആളുകൾ നല്ല രീതിക്ക് തന്നെ സെയിലാക്കുന്ന ആളുകളാണ്. 5% ആളുകൾക്ക് സെയിലാവാതിരിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് ഈ രീതിയിലേക്ക് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവരെ മെറ്റീരിയൽസ് തീരണത് അവരറിയില്ല കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഒത്തിരി ബണ്ണിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽവെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സോഫ്റ്റ് കോട്ടൺമ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ അതുപോലെ നൈലോൺമ ചെയ്തിട്ടുണ്ട്. നൈലോൺ ബാൻഡ്, ഈ ചെറിയ മക്കളെ നൈലോൺ ബാൻഡ് ഉണ്ടല്ലോ, അതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നൈലോണിൻ്റെ ബണ്ണ് വെച്ചിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ബ്ലാക്ക്, ആ ബ്ലാക്കിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് നമ്മളെ കയ്യിൽ, അതിലും ചെറുത് കേട്ടോ, അതിലും ചെറുതുണ്ട്, പിന്നെ ഈ രീതിയിലുള്ളതും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നൈലോൺ ബാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു കേട്ടോ. ആ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഈ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ. എന്നിട്ട് ആ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഫോട്ടോ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം. ഇപ്പം നമ്മളത് നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി തന്നെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടൈറ്റാക്കി തുന്നി കൊടുക്കാൻ ഗ്ലൂ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കാരണം കുഞ്ഞു മക്കളാണല്ലോ ഇത് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ അവർക്ക് ഒരു ഏകദേശം കുറച്ചൊരു ലോങ് ലാസ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ആകുമ്പോൾ അവർ പെട്ടെന്ന് പറിച്ചെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ബോ ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക, അവിടെ നിന്നോളും, വേറെ എവിടെയും അത് പോകില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് അല്ലേ. ആ സൈഡിൽ കിടക്കുന്ന മെറ്റീരിയൽസാണ് ഈ രീതിയിലോട്ട് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ ഇവിടെ ഫിനിഷിങ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ വേണ്ടവർ ഒന്നിനും ഒരു മടിയും കൂടാതെ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ബാക്കി കളറുകളൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയുണ്ട് അല്ലേ കാണാൻ. കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഒത്തിരി കളറുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക, എല്ലാം കൂടി വെറുതെ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വീഡിയോക്ക് അത്യാവശ്യം ഒരു ദമ്മിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെറുതെ നമ്മളെല്ലാം കൂടി ചെയ്ത് വെക്കണ്ടല്ലോ. നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ചെയ്യുക, എല്ലാ കളറിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡൽ കടയിൽ കാണിച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കടക്കാരെന്താ റിപ്ലൈ തരികയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഈ നല്ലൊരു ബോയായി മാറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.